വാഴ്ത്തുന്നേ, ഉള്ളം കൈയിൽ താങ്ങുന്നോനേ, എന്നും കൂടെയുള്ളതിനാൽ ഭയം ലേശം ഇല്ലെനിക്ക്. ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 1:11. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സൃഷ്ടിക്കുന്നത്? ദൈവം എല്ലാം നമ്മുടെ ലൈഫിൽ തരാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനകത്ത് ചില പ്രത്യേക കാര്യങ്ങൾ നമ്മുടെ അകത്ത് ഉണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിൽ 2 കാര്യമാണ് പറയുന്നത്. 1 വിത്തുള്ളത്, 2 ഫലമുള്ളത്. ദൈവം തരുന്നതിനകത്തെല്ലാം വിത്തുണ്ട്. 2 ദൈവം തരുന്നതിനകത്തെല്ലാം ഫലമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന എല്ലാത്തിനകത്തും വിത്തുണ്ട്. വിത്ത് എന്താണ്? അത് നാളത്തെ തലമുറകൾക്കും അനുഭവിക്കുവാൻ വേണ്ടി ഉള്ളതാണ് വിത്ത്. അപ്പൊ ദൈവം നിങ്ങളുടെ കയ്യിൽ ഒരു സമ്പത്ത് തന്നാൽ പോലും അതിനകത്ത് വിത്തുണ്ട്. വിത്ത് വിതയ്ക്കാനുള്ളതാണ്. കാരണം വിതച്ചെങ്കിൽ മാത്രമേ കൊയ്ത്തുള്ളൂ. അപ്പോൾ ദൈവം സൃഷ്ടിക്കുന്നതിനകത്തെല്ലാം വിത്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇന്നത്തെ തലമുറയിൽ ആധുനിക ടെക്നോളജിയിലേക്കൊക്കെ വിത്തില്ലാത്ത മരങ്ങളും ഫലങ്ങളും ഒക്കെ ഉണ്ട്. കാരണം അത് അതോടെ അവസാനിക്കും, അതിനൊരു പിന്തുടർച്ചയില്ല. പക്ഷെ ദൈവം സൃഷ്ടിക്കുന്നത് വിത്തുള്ളതാണ്. കാരണം നാളുകളിലും അനേകർക്ക് അനുഗ്രഹമാകണം, നാളുകളിലും ഒത്തിരി പേർക്ക് ഒരു തണലാകണം. ആമേൻ. സത്യമായിട്ട് ഈ ദൈവം ആദ്യത്തെ സൃഷ്ടി കഴിഞ്ഞിട്ട് മരങ്ങളെ പിന്നെ സൃഷ്ടിച്ചിട്ടില്ല. കാരണം ഈ സൃഷ്ടിച്ചതിൽ നിന്ന് തന്നെയാണ് അടുത്തത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ദൈവം ആദ്യം എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ഒരു നിക്ഷേപം വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ വചനം വായിച്ചപ്പോൾ കർത്താവ് നിങ്ങളോട് പങ്കുവെക്കുവാൻ തന്ന ദൂതുകളിൽ ഒന്നാണിത്. വിത്തുള്ളത് ദൈവം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞ നാളുകളിലും കാണണം. നിങ്ങളുടെ ലൈഫിൽ നാളുകളിലും നിലനിൽക്കുന്ന ചിലത് ദൈവം സൃഷ്ടിക്കുന്നു. ആമേൻ. 2 അവിടെ പറയാണ് ഫലമുള്ളതിനെ ദൈവം സൃഷ്ടിച്ചു. ഫലം എന്തിനാണ്? അനേകർക്കിടെ വിശപ്പുകൾ മാറ്റാനാണ്, അനേകർക്ക് പ്രയോജനപ്പെടാനാണ്, അനേകർക്ക് ആശ്വാസം പകരാനാണ്. ആമേൻ. ദൈവം നിങ്ങളുടെ നടുവിൽ വിത്തുള്ളതും ഫലമുള്ളതും പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമായ ഒന്നല്ല ദൈവം ചെയ്യുന്നത്, അനേകർക്ക് വേണ്ടിയുള്ളത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ ആ ഒറ്റ മനുഷ്യന്റെ അനുഗ്രഹം താനുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും വ്യാപരിക്കുകയാണ്. ജോസഫിനെ ദൈവം ഒന്ന് ഉയർത്തുമ്പോൾ അവനിലുള്ള ഉയർച്ച അവനുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും വ്യാപരിക്കുകയാണ്. പത്രോസിന്റെ പടകിനെ ദൈവം നിറയ്ക്കുമ്പോൾ അവൻ്റെ കൂടെ അന്ന് രാത്രിയിൽ ആരൊക്കെ അധ്വാനിച്ചിട്ട് ഒന്നുമില്ലാതുണ്ടോ അവർക്ക് എല്ലാവർക്കും നിറവ് കൊടുക്കുകയാണ്. കാരണം
അനേകർക്ക് പ്രയോജനമുള്ള ഒരു അനുഗ്രഹപാത്രമാകാനാണ് ദൈവം ചിലത് നിങ്ങളുടെ മേൽ സൃഷ്ടിക്കുകയും നിങ്ങളെ ഉയർത്തുകയും ചെയ്യുന്നത്. ഞാനിന്ന് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മക്കൾ, അത് മാത്രം ഒതുങ്ങല്ലേ. നിങ്ങളൊരു സമൂഹത്തിന് വേണ്ടിയുള്ളതാണ്, നിങ്ങളൊരു രാജ്യത്തിന് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ നന്മകൾ അനേകരിലേക്ക് ഒഴുകുവാൻ വേണ്ടിയുള്ളതാണ്. യെസ്, ദൈവം വിത്തുള്ളതും ഫലവും പുറപ്പെടുവിക്കുന്നതും നിങ്ങളുടെ അകത്ത് സൃഷ്ടിക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ളത് ഉണ്ടായി വരട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നന്മകളെ സൃഷ്ടിക്കുന്നതിന് സ്തോത്രം ചെയ്യും. കർത്താവ്, നാളുകളിലേക്കായി ചില നിക്ഷേപങ്ങൾ, ചില വിത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് കർത്താവ് സൃഷ്ടിക്കുന്നതിന് നന്ദി പറയുന്നു പിതാവേ. തലമുറയായി അനുഗ്രഹങ്ങളെ പകരുവാൻ പരിശുദ്ധാത്മ ഈ കുടുംബത്തെ അങ്ങ് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഫലപ്രദമാക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവ്, ഈ വ്യക്തികളെ, ഈ കുടുംബത്തെ അങ്ങ് ഫലപ്രദമാക്കി പരിശുദ്ധാത്മാവെ കുടുംബത്തിനും സഭയ്ക്കും ദേശത്തിനും സമൂഹത്തിനും രാജ്യത്തിനുമൊക്കെ പ്രയോജനമുള്ളവരാക്കി അങ്ങ് മാറ്റാൻ പോകുന്നതിന് നന്ദി പറയുന്നു കർത്താവെ. എല്ലാ ശൂന്യതകൾ മാറട്ടെ, ഫലം പുറപ്പെടുവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പ്രയോജനമുള്ളവരായി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. ഇന്ന് മുഴുവൻ ഫലപ്രദമായി അവരുടെ കാര്യങ്ങളെ ചെയ്യുവാൻ യേശുവെ അങ്ങ് സഹായിക്കണം. പരിശുദ്ധാത്മാവെ അങ്ങ് അവരെ സഹായിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവ് നിങ്ങളെ ഈ വിധത്തിൽ അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതെ, രോഗികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ക്ഷീണം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകളാൽ ഭയങ്കരമായിട്ട് പലിശകൾ കയറി എടുത്ത തുക അടയ്ക്കാൻ കഴിയാതെ, കടത്തിൻ്റെ മേൽ കടമായി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കഴിയാതെ, ഫോണുകൾ യൂസ് ചെയ്യാൻ കഴിയാതെ കടക്കണിയിൽ നിൽക്കുന്നവരെ വിടുവിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ജനം ഫ്രീ ആകട്ടെ, കടക്കണികൾ മാറട്ടെ. പ്രത്യേകിച്ച് കടക്കണിയുടെ കെടുതിയിൽ നിമിത്തം ജീവിതം പോലെ അവസാനിക്കാൻ ബാധിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വഴികൾ തുറക്കപ്പെടട്ടെ. അവർ ജീവിച്ചിരിക്കട്ടെ, കുടുംബത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി ജീവിച്ചിരിക്കട്ടെ. യേശുവിനാഥിൽ പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തെ കൽപ്പിക്കുന്നു, ആരോഗ്യത്തെ കൽപ്പിക്കുന്നു, ഉയർച്ചകളെ കൽപ്പിക്കുന്നു. ഇന്നത്തെ വചനം പോലെ അനേകർക്ക് പ്രയോജനപ്പെടുന്ന വിത്തുകളും ഫലങ്ങളും ഇവരിൽ നിന്ന് പ്രയോജനപ്പെട്ട് പുറത്തു വരട്ടെ. ഞങ്ങളുടെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ജനത്തെ സൗഖ്യമാക്കുന്നു, ആരോഗ്യത്തെ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് കൂടെയുണ്ട്. വിത്തുകളും ഫലങ്ങളും പുറത്തു വരാൻ പോകുന്നു. ഗോഡ് ബ്ലെസ് യു. ഷാലോം. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻസുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.